പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് സമ്പത്ത്. പയ്യെ തിന്ന പനയും തിന്ന എന്ന് പറയും. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ വളർത്താൻ പരിപോഷിപ്പിക്കാം എന്നതിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ക്ലാസ്സൊക്കെ കേൾക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ കൊച്ചു റിസർച്ച് സെൻ്ററിനെ നമുക്ക് വളർത്തിയെടുക്കണം. നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾക്കൊക്കെ തുടർന്ന് നൽകാൻ പോകുന്ന പ്രോത്സാഹനങ്ങൾക്കും പ്രത്യേകം ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് സെൽഫ് കോൺഫിഡൻസും ആരോഗ്യവും, ആത്മവിശ്വാസവും ആരോഗ്യവും എങ്ങനെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടായിരിക്കൂ എന്ന് നമുക്കറിയാം. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞാൻ 10 വർഷം ഇറ്റലിയിലുണ്ടായിരുന്നു. അവിടുത്തെ ഭക്ഷണ രീതി അനുസരിച്ച് അവർ 3000 കലോറി ആണ് ഒരു ശരീരത്തിന്, ഒരു മനുഷ്യ ശരീരത്തിന് ഒരു ദിവസത്തെ പ്രവർത്തനത്തിന് വേണ്ടത് 3000 കലോറിയാണ്. അതുകൊണ്ട് അവർ 4 നേരം ഭക്ഷണം കഴിക്കുന്നവരല്ല. രാവിലെ അവരൊന്നും കഴിക്കില്ല, അവർ കാപ്പി കുടിക്കും. അതിന് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കും. വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ അവർ പൊതുവിൽ ഇൻ ജനറൽ അവർ നല്ല ആരോഗ്യ ദൃഢഗാത്രരാണ്. അവർക്കറിയാം എന്ത് കഴിക്കണമെന്ന്. അവർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭക്ഷണ സാധനങ്ങൾ എടുക്കുമ്പോൾ അവരുടെയൊക്കെ റെഡിമെയ്ഡ് ഫുഡൊക്കെ കിട്ടും. അത് നോക്കിയിട്ട് അതിൻ്റെ കലോറിയാണ് അവർ നോക്കുന്നത്. ഈ കലോറി അനുസരിച്ചാണ് ഭക്ഷിക്കുന്നത്. നമ്മൾ രാവിലെയും ചോറ് കഴിക്കും, ഉച്ചയ്ക്കും ചോറ് തിന്നും, വൈകുന്നേരം ചോറ് കഴിക്കും. അതുപോലെ കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് കഴിക്കും. ഇപ്പം എനിക്കുണ്ട് വലിയൊരു വയറ്. അപ്പോൾ വയറൊക്കെ വീർത്ത് കെട്ടി നടക്കാനും പാടില്ല, ശരീരത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്നു, പെട്ടെന്ന് രോഗിയായിട്ട് തീരുന്നു, ബ്ലഡ് പ്രഷർ കൂടുന്നു, ഷുഗർ കൂടുന്നു. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് പ്രഷറാണ്. ശരീരത്തിലെ പൾസ് എടുത്ത് നോക്കും, പൾസ് റേറ്റ്. അത് 72നും 76നും ഇടയ്ക്കാണോ എന്ന് നോക്കും. പിന്നെ ടെമ്പറേച്ചർ നോക്കും, 97നും 99നാണെന്ന് നോക്കും. അതുപോലെ ബ്രീത്തിങ്, അതിൻ്റെ റേറ്റ് എല്ലാം പെർ മിനിറ്റിലാണ്. മിനിറ്റിൽ 16നും 18നും ഇടയിലാണോ എന്ന് നോക്കും. പൾസ് റേറ്റ് 72നും 76നും ഇടയ്ക്കാണോ എന്ന് നോക്കും. അതുപോലെ ടെമ്പറേച്ചർ 97നും 99നാണോ എന്ന് നോക്കും. കൃത്യമായിട്ട് പറഞ്ഞാൽ 98.6. അതുപോലെ നമ്മുടെ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം 16നും 17നും എല്ലാം മിനിറ്റിൽ. ഇതൊക്കെ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ നല്ല ആരോഗ്യമുണ്ട് എന്ന് അവർ പറയും. ഡോക്ടേഴ്സ് വിധി എഴുതും. അതുകൊണ്ടാണ് ചെല്ലുമ്പോൾ തന്നെ ഈ പൾസൊക്കെ അതിന് പിടിച്ച് നോക്കണം. പൾസ് 1 മിനിറ്റ് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പറയും പൾസ് നോർമലാന്ന് പറയും. 72നും 76നും മധ്യമായിരുന്നാൽ മതിയാണ്. അതുപോലെ ടെമ്പറേച്ചർ നോക്കും, അതുപോലെ ബ്രീത്തിങ് നോക്കും. ഇതൊക്കെ നോക്കുന്നത് എന്തിനാണ്? നമ്മളുടെ ആരോഗ്യം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ പൂർവികരൊക്കെ, പഴമക്കാരൊക്കെ രാവിലെ തന്നെ അവർ ഒരു വലിയ പാത്രത്തിൽ നിറച്ച് കഞ്ഞിയും കുടിക്കും. ചിലപ്പോൾ കടലക്കറി ആയിരിക്കും, പയറുകറി ആയിരിക്കും. എന്നിട്ട് അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അവർ ജോലി ചെയ്യാണ്. അവരത് കഴിഞ്ഞ് അപ്പം തന്നെ ജോലിക്ക് ഇറങ്ങിയാണ്. അല്ലെങ്കിൽ രാവിലെ തന്നെ തൂമ്പയെടുത്ത് പുറത്തേക്ക് പോകുന്നു, 10 മണി വരെ കിളയ്ക്കുന്നു. അത് കഴിഞ്ഞ് വന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. ചിലപ്പോൾ 5-10 മിനിറ്റ് ഒന്ന് വിശ്രമിക്കുന്നു, വീണ്ടും ജോലിക്ക് പോയാണ്. ജോലിക്ക് പോയിട്ട് ഒരു 12:30 ആകുമ്പോൾ വരുന്നു, വീണ്ടും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു. ഇന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയാണ്ട് കിടക്കരുതെന്നൊക്കെ പറയും. അവരപ്പം തന്നെ പോയി കിടക്കുമല്ലോ കൊടുത്തു. അത് ചിലപ്പോൾ 2 മണി വരെ കിടക്കും, വീണ്ടും ജോലിക്ക് ഇറങ്ങുന്നു, വൈകുന്നേരം 5 മണി വരെ ജോലി ചെയ്യുന്നു. ഒരു കുഴപ്പമില്ല. കാരണം ശരീരം അധ്വാനിക്കപ്പെടുകയാണ്. ശരീരത്തിന് എപ്പോഴും എക്സർസൈസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതവരുടെ റുട്ടീനായിട്ട് തീർന്നു. ആ റുട്ടീൻ എന്നുള്ളൊരു അവസ്ഥ നമുക്കില്ല ഇപ്പോൾ. നമ്മൾ രാവിലെ തുടങ്ങിയിരുന്ന് ഇങ്ങനെ എന്തെങ്കിലും TV കാണുകയോ റീൽസ് കാണുകയോ അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നു. ഇരിപ്പ് തന്നെയാണ്, ശരീരത്തിനൊരു മൂവ്മെൻ്റ് ഇല്ല. ഇപ്പം എല്ലാവരും കാറിൽ അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ സ്കൂട്ടറിലേക്കല്ലേ യാത്ര. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിനൊരു മൂവ്മെൻറ്റ് കിട്ടുന്നേ ഇല്ല. ഇപ്പോഴത്തെ ട്രെൻഡ് എല്ലാ പിള്ളേരൊക്കെ ശരീരം എക്സർസൈസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള എക്സർസൈസ് കിട്ടാതിരിക്കുകയും നമ്മുടെ ഭക്ഷണം ഓവർലോഡായിട്ട് തീരുകയും ചെയ്യുമ്പോൾ അതാണ് ശാരീരികമായിട്ടുള്ള അനാരോഗ്യത്തിന് കാരണമായിട്ട് തീരുന്നത്. അതുകൊണ്ട് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്.
ഞാൻ ഇറ്റലിയിലെ കാര്യം പറഞ്ഞതിന് കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അത്രയും ആവശ്യമുള്ളൂ. 3000 കലോറി വേണം ഒരു ദിവസം. ചിലപ്പോൾ 3000 കലോറി ചിലപ്പോൾ അവർ കഴിക്കുന്ന ഒരു ചോക്ലേറ്റ് മിശ്രിതമായിട്ടുള്ള ഒരു ഭക്ഷണത്തിൽ നിന്ന് കിട്ടുമായിരിക്കും. അപ്പോൾ അവരത് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. അതാണ് നമ്മുടെ ശരീരം സന്തുലിതമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് എന്തു വേണം എന്നുള്ളൊരു ചിന്ത വന്ന് അതങ്ങ് കഴിച്ചാൽ മതി. അത് കഴിക്കുമ്പോൾ ഇപ്പം ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം അൽഫാമേ, എനിക്കതിൽ കുഴിമന്തി, ഈ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഓവർലോഡായിട്ട് തീർന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് കിടന്ന് ഒന്നില്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം ശരീരത്തിന് അത് ദഹിപ്പിക്കുവാനായിട്ടുള്ള ശക്തി കിട്ടുന്നില്ല. ഇപ്പം അല്ലെങ്കിൽ ബീർ കുടിക്കുക, നമ്മുടെ ശീലങ്ങളിലൊക്കെ ആഘോഷങ്ങളിലൊക്കെ പ്രധാനപ്പെട്ടത് എന്താണ്? മദ്യം കഴിക്കുക എന്നുള്ളതാണ്. മദ്യം ആഘോഷത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നു. എല്ലാം നല്ലതാണ്, പക്ഷേ അത് എനിക്ക് എൻ്റെ ശരീരത്തിന് ഗുണകരമാകുന്നു എന്നുള്ള ഒരു ചിന്ത മാത്രമേ നമുക്ക് വേണ്ടൂ. ഇപ്പം അവർ കഴിച്ചിട്ട് അവർ കുഴപ്പമില്ലല്ലോ, അവൾ കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ, എൻ്റെ കൂട്ടുകാർ കഴിച്ചിട്ട് കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഞാൻ കഴിക്കുമ്പോൾ അതെനിക്ക് വേണ്ട വിധത്തിൽ ദഹനം നടക്കുന്നുണ്ടോ, എൻ്റെ ശരീരത്തിന് വേണ്ട വിധം അത് പ്രവർത്തിക്കുന്നുണ്ടോ, എൻ്റെ ശരീരത്തിന് അത് ഉപകാരപ്രദമായിട്ട് തീരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരിലേക്കല്ല, മറ്റുള്ളവരെന്ത് എന്നതിനേക്കാൾ ഉപരി എനിക്ക് അത് ഉപകാരപ്രദമാണ്, എനിക്കതൊരു അനുഗ്രഹമാണ്, എനിക്കൊരു നല്ലതാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരപ്രകൃതി നമ്മുടെ പാരമ്പര്യവും നമ്മുടെ മാതാപിതാക്കളുടെ ശരീരപ്രകൃതിയോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗറുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ എൻ്റെ അപ്പന് വലിവ് എൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സഹോദരിയുടെ മകന് അങ്ങനെ അതിൻ്റെ ഒരു ചെറിയ അംശം കണ്ടു. ഇതാണ് നമുക്ക് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ എൻ്റെ അരികത്ത് വരുമ്പോഴും ഞാൻ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ അമ്മയുടെ തലമുറയിലോ നിങ്ങളുടെ അപ്പൻ്റെ തലമുറയിലോ ആർക്കെങ്കിലും മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും മയക്കുമരുന്ന് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുന്നു വെച്ചോ, ചിലപ്പോൾ ഒരാൾ ഉപയോഗിക്കുമ്പോൾ അവർ 10 വർഷം ഉപയോഗിച്ചാലും അവന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. മറിച്ച് ഈ മാനസികമായിട്ട് തകരാറുള്ള കുടുംബത്തിലെ ആ പാരമ്പര്യത്തിൽ വരുന്ന ഒരു വ്യക്തി വെറുതെ ഒന്ന് തൊട്ടാൽ മതി, ഒന്ന് രുചിച്ചു നോക്കിയാൽ മതി, അവന് മാനസികമായിട്ടുള്ള അസുഖം വരാനുള്ള സാധ്യത 99%. ഇതാണ് ശരീരത്തിൻ്റെ അവസ്ഥ. അപ്പം നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിന്, പറയില്ലേ, അതിരാവിലെ നന്നായിട്ട് കഴിക്കുക, ഉച്ചയ്ക്ക് അരവയറ് കഴിക്കുക, വൈകുന്നേരം വളരെ കുറച്ച് കഴിക്കുമ്പോൾ ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ കഴിക്കാനൊക്കെ പറയും. അപ്പോൾ ഇത് പഴമക്കാർക്ക് ഇത് ബാധകമേ അല്ലായിരുന്നു. കാരണം എന്താണ്? അവർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ മാതാപിതാക്കളെയും പൂർവീകരെക്കുറിച്ച് എല്ലാവരും കൃഷിക്കാരായിരുന്നു. ഗവൺമെൻറ് ജോലിക്കാരൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-ൽ 10 പേരൊക്കെ ഉണ്ടാവുകയുള്ളൂ. അവരും ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്നവരായിരുന്നു പറമ്പിൽ. ഇന്ന് നമ്മൾ എക്സർസൈസ് ചെയ്യുകയാണ്, മറിച്ച് ഈ നീന്തൽ പോലുള്ള അല്ലെങ്കിൽ മറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല എക്സർസൈസ് നമുക്ക് കിട്ടും. ബാസ്കറ്റ് ബോൾ ഞാനതാണ് ഓർത്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ അങ്ങനെ ചില കളികളൊക്കെ കഴിക്കുമ്പോൾ കുളിക്കുമ്പോൾ നീന്തുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് മുഴുവൻ എക്സർസൈസ് കിട്ടും. അപ്പം ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് എക്സർസൈസ്, രക്തോട്ടം, ബ്ലഡ് സർക്കുലേഷൻ വളരെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ. അനുദിന ജീവിതത്തിൽ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ. ആദ്യം വരുന്നത് എന്താണ്? ചിന്തയാണ്. ചിന്ത എന്തായിത്തീരും? ആശയങ്ങളായിത്തീരും. ആശയങ്ങൾ എന്തായിത്തീരും? വാക്കുകളായിത്തീരും. അതെന്തായിത്തീരും? അത് ആഗ്രഹങ്ങളായിട്ട് തീരും. ആഗ്രഹങ്ങൾ എന്തായിത്തീരും? പ്രവർത്തികളായിട്ട് തീരും. ഇതിനെല്ലാം എന്തു വേണം? നല്ല ആരോഗ്യമുണ്ടാകും. സൗണ്ട് ഹെൽത്ത് എന്ന് പറയും, സൗണ്ട് മൈൻഡ് എന്ന് പറയും. ഇത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ശരീരത്തെ എപ്പോഴും നല്ല ആരോഗ്യത്തിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. എന്താണ് ഞാൻ കഴിക്കേണ്ടതെന്നുള്ളൊരു ബോധ്യം, എൻ്റെ ശരീരത്തിന് ഉതകുന്ന, എൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന നല്ല ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, ഇപ്പോൾ വലിയ സമ്പന്നനും പാവപ്പെട്ടവനും കഴിക്കുന്ന ഭക്ഷണങ്ങൾ രണ്ട് തരത്തിലായിരിക്കാം. പക്ഷേ രണ്ടിലും കഴിക്കുന്നതിൽ കിട്ടുന്ന കലോറിയുടെ
ആ അളവ് ഏകദേശം തുല്യവുമായിരിക്കും. അപ്പം ഏത് ഭക്ഷണം കഴിക്കണം എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട്, എൻ്റെ മനസ്സിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിട്ട്, ആരോഗ്യവും അതുപോലെ മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്നതാണ്. നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നല്ല മനസ്സിൻ്റെ പ്രവർത്തനം ഉണ്ടാവുന്നുള്ള ഒരു ബോധ്യത്തോടെ നമ്മളുടെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ വളർത്തും ഉയർത്തും എന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക്. സെൽഫ് കോൺഫിഡൻസ് ആണല്ലോ നമ്മുടെ ആവശ്യം. അതിനെന്തു വേണം? നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകണം. നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. നമ്മുടെ ചിന്തകൾ ശരിയായിട്ട് വരും, നമ്മുടെ വാക്കുകൾ ശരിയായിട്ട് വരും, നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് വരും. നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ ഇമേജ്, പേഴ്സണാലിറ്റി കീപ്പ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആരോഗ്യത്തെ എപ്പോഴും ശ്രദ്ധിക്കുന്നവരായിരിക്കണം. ആരോഗ്യമുള്ള മനസ്സിലെ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഹെൽത്ത് ആൻഡ് കോൺഫിഡൻസ് ഒരുപോലെ ഒരേ തട്ടിൽ മുന്നോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യങ്ങളിൽ നിന്ന് ബോധ്യങ്ങളിലേക്ക് വരുവാനായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ എപ്പോഴും ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.